ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ ലാബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇതൊരു ഡയഗ്നോസിംഗ് വീഡിയോ ആണ്. ഓട്ടോമൊബൈൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്. ഇത് ഓൾഡ് മോഡൽ ഡിസയറാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്താലും SVS വാണിംഗ് ലാമ്പ് കത്തിക്കിടക്കുന്നതാണ് ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ്. SVS ലാമ്പ് ചിലപ്പോൾ കെട്ടുപോകും, അതിനുശേഷം വീണ്ടും അപ്പം തന്നെ അതുപോലെ തന്നെ ലൈറ്റ് കത്തിയത് തന്നെ നിൽക്കും. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ല. വേറെ വണ്ടിക്ക് റണ്ണിങ്ങിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു വാണിംഗ് ലാമ്പ് കത്തിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ കത്തിക്കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്കാൻ ടൂൾ കണക്ട് ചെയ്ത് എന്താണ് എറർ എന്ന് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് എൻജിനിലും പവർ സ്റ്റിയറിങ്ങിലും ഓരോ കറണ്ട് ആയിട്ട് കാണിക്കുന്നുണ്ട്. പവർ സ്റ്റിയറിങ്ങിൻ്റെത് വാഹനം സ്റ്റാർട്ടാക്കാത്തത് കൊണ്ട് വരുന്നിരിക്കുന്ന എററാണ്. മറ്റേത് എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എൻജിൻ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് വന്നിരിക്കുന്ന കോഡ് P0602H കൺട്രോൾ മൊഡ്യൂൾ പ്രോഗ്രാം ഇറർ എന്ന് പറയുന്നൊരു കോഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. P0602H. നമുക്കപ്പോൾ ഈ കോഡ് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ഈ കോഡ് തന്നെയാണോ വരുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കോഡ് അങ്ങനെ തന്നെ നിൽപ്പുണ്ടാവും, അത് പോയിട്ടില്ല. മീറ്ററിൽ വാണിംഗ് ലാമ്പും, അതായത് SVSൻ്റെ വാണിംഗ് ലാമ്പും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്, അത് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കോഡ് വരാനുള്ള റീസൺസ് പരിശോധിക്കുമ്പോഴേക്കും ഇതിൻ്റെ രജിസ്റ്റേർഡ് ഡാറ്റ ഇറർ, അതായത് ECMൽ ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഡാറ്റയിലുള്ള എന്തെങ്കിലും ഇറർ, അതായത് ഫസ്റ്റ് ചാൻസ് ഇഞ്ചക്ടർ കാലിബ്രേഷൻ കോഡിൻ്റെ ഇററോ അല്ലെങ്കിൽ വെഹിക്കിൾ വേരിയൻറ്റ് ഡാറ്റ, അതായത് വണ്ടിയുടെ വേരിയൻറ്റ് മോഡൽ രജിസ്റ്റർ ചെയ്തേക്കുന്നതിൻ്റെ എന്തെങ്കിലും ഇററോ ആയിരിക്കും. അതായത് ECMൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന എന്തെങ്കിലും ഇറർ കൊണ്ടും ഈ കംപ്ലൈൻറ്റ് വരാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി, അതിലും വലിയ മാറ്റമില്ല. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ഇഞ്ചക്ടർ കാലിബ്രേഷൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഞ്ചക്ടർ കാലിബ്രേഷൻ്റെ സെക്ഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതുപോലെ എല്ലാം AA എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഇഞ്ചക്ടറിൻ്റെ കോഡ് ഇതിലോട്ട് IQC കോഡ് ഇതിലോട്ട് എൻ്റർ ചെയ്ത് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരാൻ സാധ്യത എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അത് ഒന്ന് രജിസ്റ്റർ ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എൻജിൻ്റെ മേലുള്ള കവറൊന്ന് അഴിച്ചു മാറ്റി. ഇതാണ് ഇഞ്ചക്ടറിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഒരു 9 അക്ക കോഡാണ്, അതായത് ലെറ്ററും നമ്പറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോഡായിരിക്കും. ആ കോഡാണ് ഇതിൻ്റെ IQC കോഡ് എന്ന് പറയുന്നത്, അതായത് ഇഞ്ചക്ടറിൻ്റെ കോഡാണത്. മാരുതിയിൽ ഇതിന് IMAC എന്നും പറയും. IQC കോഡ് നമ്മൾ സിസ്റ്റത്തിലോട്ട് ഓരോ ഇഞ്ചക്ടറിൻ്റെ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം, ആ നമ്പർ. എന്നാലാണ് ECMന് ഏത് ഇഞ്ചക്ടറാണ് ഏത് സിലിണ്ടറിലിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഇൻഫർമേഷനും അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് അതിൽ എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഒരു എറർ വന്നതെന്നാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ നമുക്കിനി ഈ വരുന്ന IQC കോഡ് നമുക്ക് എൻ്റർ ചെയ്ത് ചേർക്കാം. അപ്പോൾ നമുക്ക് അതിനോട് കാലിബ്രേഷൻ കോഡ് എന്നുള്ള സെക്ഷൻ നമ്മൾ ഓപ്പൺ ആക്കി അതിൽ ഇപ്പോൾ വരുന്നത് പോലെ ഡാറ്റ ലിസ്റ്റ് രജിസ്ട്രേഷൻ, നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം. രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഇഞ്ചക്ടറിൻ്റെയും കോഡ് അതിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഓരോന്ന് എടുക്കാം, അല്ലെങ്കിൽ 4 എണ്ണം ഒരുമിച്ച് ഓപ്പൺ ആക്കിയിട്ടും അടിച്ചു കൊടുക്കാം. നമുക്ക് 4 എണ്ണം ഒരേപോലെ ഓപ്പൺ ആക്കാം. ഇതേപോലെ ഇതിൽ ഈ കാണുന്ന നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഏതാണോ നമ്പർ അത് എൻ്റർ ചെയ്ത് ചേർക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ നമ്പറുകളെല്ലാം എൻ്റർ ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇഞ്ചക്ടറിൻ്റെ മേലുള്ള IMEI നമ്പർ കാര്യങ്ങളെല്ലാം നമ്പർ കറക്റ്റായിട്ട് ഓരോ ഇഞ്ചക്ടറിൻ്റെ വെച്ചിട്ട് അതിൽ എൻ്റർ ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കംപ്ലൈൻറ്റ് അതിൽ നിന്ന് പോയിട്ടുണ്ടോ, കോഡെല്ലാം വേറെ ഏതെങ്കിലും കോഡ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ വാണിംഗ് ലാമ്പ് SVS വാണിംഗ് ലാമ്പ് ഒന്നും കത്തുന്നില്ല, അത് കെട്ടുപോയിട്ടുണ്ട്. DTC എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. DTC ഒന്നുമില്ല, കറണ്ടിലും ഹിസ്റ്ററിയിലും പെൻഡിങ്ങിലും ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, താനെ അത് പോയിരിക്കുകയാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. DTC സെപ്പറേറ്റ് ആയിട്ട് ഒന്നുമില്ല, DTC ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്കപ്പോൾ ഇനി വാഹനം ഒരു 2-3 തവണയും കൂടി ഒന്ന് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് സെയിം കോഡ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. നമുക്കപ്പോൾ ഒന്ന് സ്റ്റാർട്ടാക്കി ഒരു 2-3 തവണ സ്റ്റാർട്ടാക്കി ഒന്നും കൂടി ചെക്ക് ചെയ്യാം. DTC എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, യാതൊരു DTCയും വന്നിട്ടില്ല. നമ്മളിപ്പോൾ 3-4 തവണ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഇതുവരെ ഒരു DTCയോ അതിൻ്റെ ഡാറ്റയിലുള്ള എന്തെങ്കിലും എററോ അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ കോഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. IQC കോഡ് എൻ്റർ ചെയ്ത് ചേർത്ത് മാത്രമേ ഉള്ളൂ, അതായത് IMEI കോഡ് എൻ്റർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് അപ്പോൾ തന്നെ സോൾവ് ആയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് ഇഞ്ചക്ടറിൻ്റെ ഇൻഫർമേഷൻ ഒന്നും കൂടി കയറി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. എന്തെങ്കിലും ക്ലിയർ ആയി പോകുന്നുണ്ടോ എന്നറിയണമല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. ഇല്ല, നമ്മുടെ കോഡെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എഞ്ചിനെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടി പോയി നോക്കുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവിന് ശേഷം നമുക്ക് എന്തെങ്കിലും കോഡ് വരുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കി കൺഫേം ചെയ്തിട്ട് നമ്മൾ വണ്ടി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വന്നു. ഇതുവരെ യാതൊരു വാണിംഗ് ലാമ്പോ DTCയോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കംപ്ലയിൻ്റ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്, നമ്മുടെ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഓട്ടോമൊബൈൽ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.